ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയം വ്യത്യസ്തമായ കണ്ണങ്ങളിൽ ഇരുന്നു കൊണ്ട് ദാസന്റെ കണജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണജമാനത്തിയുടെ കയ്യിലേക്കെന്ന പോലെ നമുക്ക് സഹായം തരുന്ന ദൈവമായ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൂരസ്ഥരെങ്കിലും നമ്മുടെ കർത്താവ് സമീപസ്ഥനായി നമ്മളോട് കൂടെയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വം കരയേറ്റുകയാണ്. ക്രിസ്തുവിൽ കർത്തൃവേലയിൽ എൻ്റെ സഹപഠനും എൻ്റെ ആത്മീയ സ്നേഹിതനും സഹോദരനുമായ കർത്താവിൽ ആമേൻ കർത്താവിന്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്യൻ, വിലപ്പെട്ട കർത്തൃദാസി, തന്നോട് ചേർന്ന് കർത്താവിന്റെ വേലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും ചേർന്ന് നിൽക്കുന്ന ബഹുമാന്യരും ആദരണീയരും സ്നേഹമുള്ളതുമായ ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ കുടുംബത്തിന്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ ഒരു അവസരം കൂടെ എനിക്ക് ലഭിക്കുവാനിടയായത്. ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ ഒന്നുമല്ല. എന്നാൽ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നു. നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എതിർച്ചയ എന്ന് പറയുന്ന ഒരു പദമില്ല, അവിചാരിതം എന്ന് പറയുന്ന ഒരു പദമില്ല. നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാം ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരമാണ് എല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതെല്ലാം ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, ഇത് രണ്ടിലേത് സംഭവിച്ചാലും അന്ന് നമ്മൾ ഭൂമുഖത്ത് നിൽക്കുന്ന നാളുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മുഖവരിയായിട്ട് ഒന്നും പറഞ്ഞ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും ഒരുമിച്ച് ക്രമീകരണം പ്രാപിക്കുവാനും ഒരുമിച്ച് ദൈവസനെ ശുദ്ധീകരണം പ്രാപിക്കുവാനും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാനുമുള്ള തിരുവചന ഭാഗത്തേക്ക് ദൈവാത്മാവ് തന്ന തിരുവെഴുത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അതിന് ആധാരമായി അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും, നിങ്ങളോട് സംസാരിക്കും. നമ്മളേവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമെന്ന് ഞാൻ ഈ രാത്രിയിൽ കർത്താവിൽ ധൈര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. തെസ്സലോനിക്കർക്ക് തെസ്സലോനിക്ക ലേഖനത്തിന്റെ പശ്ചാത്തലം നാം പഠിക്കുകയാണെങ്കിൽ, അതിന്റെ അന്തസ്സത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ അല്ലെങ്കിൽ വീണ്ടും വരവിനെ അരക്കിട്ടുറപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണ്, ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വളരെ അസന്നിഗ്ധമായി നമുക്ക് ആ വാക്യം അറിയാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഹല്ലേലൂയ അനുഭവങ്ങളിലൂടെ കർത്താവിന്റെ വരവിനെ ഓർമ്മപ്പെടുത്തുന്നതായ ഈ നല്ല ലേഖനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക്, അവിടെയുള്ള ദൈവജനത്തെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുന്ന കർത്താവിന്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവിനെ ഓർപ്പിച്ചുകൊണ്ട് അവന്റെ വീണ്ടും വരവിങ്കൽ നാമൻ ദൈവജനമായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും അവന്റെ വരവിങ്കൽ അവന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ നാം വരുത്തേണമെന്ന് ഹല്ലേലൂയ അടിവരയിട്ട് പറയുന്ന വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ.
ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ശക്തമായ നിയോഗം തന്ന വചനമാണിത്. ആമേ ആമേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് തൊട്ടു താഴെ ഒരു വാക്യം കൂടെ ചേർത്ത് പറയാം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വിശുദ്ധനാകയാൽ നാമും വിശുദ്ധരായിരിപ്പീനെന്ന് വളരെ ശക്തമായി ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാറുണ്ട്. ആമേ. തെസ്സലോനിക്ക ലേഖനം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അശുദ്ധിക്ക് വേണ്ടിയല്ല വിളിച്ചത്, ആമേ, ഞാൻ നിങ്ങളെ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ തന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് ആമേ ജനത്തോട് വിളിച്ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? ദൈവത്തിന് സ്തോത്രം. പരസ്യമായി ഒരു വ്യക്തിയെങ്കിലും ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനാമേ മറ്റൊരു വ്യക്തികളും അങ്ങനെ പറയുവാൻ ആർക്കും അർഹതയില്ല. ആരും അതിന് യോഗ്യരല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനം എഴുതിയ പൗലോസ് തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ഒരു അനിഷ്ട മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഇച്ഛിക്കുന്ന യാതൊരു നന്മയും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ ഇച്ഛിക്കാത്ത പല തിന്മകളും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിലൂടെ സംഭവിച്ചു പോകുന്നു. ഏറ്റവും ഈടുറ്റ ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനം എഴുതിയ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇച്ഛിക്കുന്ന യാതൊരു നന്മയും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ മറിച്ച് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇച്ഛിക്കാത്ത പല തിന്മകളും ഞാൻ ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. ദൈവം ആഗ്രഹിക്കുന്ന നന്മ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതോ ദൈവം ആഗ്രഹിക്കാത്ത തിന്മയാണോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നാം ചെയ്യുന്നത് തിന്മയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയുകയാ. ദൈവം ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ നാം ഒരുമിച്ച് മുൻപോട്ട് കടന്നു വരണമെന്ന് ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണം. നന്മ ചെയ്യുന്നവരായിരിക്കാനാ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആർക്കൊക്കെ നാം നന്മ ചെയ്യണം? നാം നമുക്ക് നന്മ ചെയ്യണം, നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ഇത് രണ്ടും നാം ചെയ്യുമ്പോൾ നാം ദൈവത്തിന് നന്മ ചെയ്യുന്നവരായി തീരുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുൻപ് ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളുമായിട്ടൊരു മെസ്സേജ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. അതിലൊരു പദമാണ് ഞാൻ അന്ന് എടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നരുത്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം പറയുന്നു. അടുത്ത ഭാഗം പറയാ, ഇതാ ഞാൻ വേഗം വരുന്നു. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, നാം വിശുദ്ധീകരിക്കപ്പെട്ടാലും നാം വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും, നാം വിശ്വസിച്ചാലും നാം വിശ്വസിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, നാം കാത്തിരുന്നാലും നാം കാത്തിരുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവൻ വേഗം മടങ്ങി വരും. എബ്രായ ലേഖന കർത്താവ് വിശ്വാസത്തിൽ മൂല്യച്യുതി വന്ന് താഴ്ത്തകർച്ചയിലേക്ക് പിന്നെ പഴയതിലേക്ക് മടങ്ങി പോകുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് ഒരു കാര്യം പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ലോക സംഭവങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? തിരുവെഴുത്ത് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാ. നമ്മുടെ പ്രത്യാശയുടെ ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നാം ഓടിയതും നാം അധ്വാനിച്ചതും വൃഥാവായി പോകരുത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ നാം തള്ളപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഈ ലോകത്തിന്റെ ധനത്തിനും ഈ ലോകത്തിന്റെ മാനത്തിനും ഈ ലോകത്തിന്റെ പദവിക്കും ഈ ലോകത്തിന്റെ പ്രൗഢിക്കും ഈ ലോകത്തിന്റെ പ്രശംസയ്ക്കും വേണ്ടി ഓടുവാനല്ല ദൈവം
ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ഓടുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയാ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതിന് തടസ്സമായ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന ഭാവങ്ങളും ഇന്ന് രാത്രി ഉപേക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ദാസനായ പൗലോസിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രി ഒരിക്കലും നിങ്ങൾ വിചാരിക്കല് ഒരു പ്രോസ്പെരിറ്റി ആസ്പദമായ ബേസ് ചെയ്തതായ ഒരു മെസ്സേജ് ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കതിന് ഒരു നിയോഗം ലഭിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറയട്ടെ, ഞാൻ പ്രോസ്പെരിറ്റിയെ കൂടെ പറയുമ്പോൾ ഒന്ന് പറയാം. നമ്മുടെ ദൈവം പറഞ്ഞില്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടുന്നതൊക്കെ കർത്താവ് തരും. ഹല്ലേലൂയ. അതിനപ്പുറത്ത് എന്താ ദൈവം ഇതിലെ പ്രോസ്പെരിറ്റി പറയാനുള്ളത്? നമ്മുടെ കർത്താവല്ലേ പറഞ്ഞേ, നീ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക. അത് ചെയ്തു കഴിയുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് നിനക്കും വേണ്ടതെല്ലാം അവൻ നമുക്ക് ചെയ്തു തരുമെന്ന് അവൻ നമുക്ക് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ചില കാര്യങ്ങളിലൂടെ ദൈവാത്മാവിനെ നടത്തുകയാ. ഏറ്റവും അബ്രഹാം കഴിഞ്ഞാൽ, അല്ലെ, അബ്രഹാമിന് തത്തുല്യമായ ഒരു സമ്പന്നനായിരുന്നു. അബ്രഹാമിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ സമകാലികനായ ഇയ്യോബ്, ദൈവത്തിന് സ്തോത്രം പറയട്ടെ, ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ. ആ ഇയ്യോബ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നഗ്നനായി ലോകത്തിൽ വന്നു, ഞാൻ നഗ്നനായി തന്നെ പോകുന്നു. ഒരു നല്ല സ്തോത്രം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ദൈവമൈതലേ? നാം ഇവിടേക്ക് വല്ലതും കൊണ്ടുവന്നോ ദൈവമക്കളെ? ഇവിടുന്ന് വല്ലതും കൊണ്ടുപോകുമോ ദൈവമക്കളെ? ഒന്നും വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ അങ്ങനൊന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ഉണ്ണുവാനും ഉടുക്കുവാനും നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അന്നത്തേക്കുള്ള വക തരാമെന്ന് പറഞ്ഞാണ് വിളിച്ചതെങ്കിൽ അവൻ തന്നിരിക്കും. ദൈവമൈതലേ, ഒരു കുറവും അതിന് വരുത്തുകയില്ല എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. നമ്മുടെ മുൻപുള്ള കെരീത് ഇന്ന് രാത്രി വറ്റിപ്പോകട്ടെ. നമ്മുടെ മീതെ പറന്ന കാക്ക ഇന്ന് രാത്രി പറക്ക നിർത്തട്ടെ, അത് വരാതിരിക്കട്ടെ. എന്നാൽ ഹല്ലേലൂയ, സാരാഭാത്തൊരുക്കുന്ന മഹാ ദൈവമാണ് നമ്മെ വിളിച്ചതെന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി ദൈവദാസ മുഖവര പറഞ്ഞപ്പോ ഒരു കാര്യം എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ ദൈവിക സൗഖ്യം നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടി അവസാനം ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. വചനം ഇന്ന് രാത്രി നമ്മെ സൗഖ്യമാക്കും. ഞാൻ എന്റെ വചനം അയച്ച് നിങ്ങളെ വിടുവിക്കുമെന്ന് അപ്പൻ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തിന്റെ വിടുതലുകൾ ആത്മാവിലും പ്രാണനും ശരീരത്തിലും ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ സമയം പോകുന്നല്ലോ ദൈവമക്കളെ. അപ്പൊ ഞാൻ ഭൗതികത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. അത് അതിന്റെ സമയങ്ങളിൽ തരും. നമ്മൾ ആശങ്കപ്പെട്ടാലും ഇങ്ങനൊരു വചനമുണ്ട്, എന്നെ അത് പലപ്പോഴും ധൈര്യപ്പെടുത്തുന്ന, നാം വിചാരിച്ചാൽ നമ്മുടെ നീളത്തിൽ അല്പം കൂട്ടാനും കുറയ്ക്കാനും കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നാം എത്ര വിചാരിച്ചാലും, ഞാനത് പറയുന്നില്ല, എത്ര ഹൈകയിലിട്ടാലും ഏതെല്ലാം നിലയിൽ വെച്ച് നോക്കിയാലും എന്റെ ദൈവമക്കളെ, നമ്മുടെ ദൈവം തന്ന നീളത്തിൽ അല്പം പോലും കൂട്ടാനും അതിന് കുറയ്ക്കാനും നമുക്ക് കഴിയത്തില്ല. പിന്നെ നാം വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നാം വിചാരപ്പെടുന്നതിന് മുമ്പ് വിചാരപ്പെടുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിരാത്രിയുടെ വരികയാണ്. ആത്മാവിടവരികയാണ്. ഇന്ന് രാത്രി നിന്റെ വിചാരങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി സ്വർഗീയത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഇടപെടുകയാണ്. വചനത്തിലേക്ക് വരാം. സമാധാനത്തിന്റെ ദൈവം, നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകം നോക്കി, സമാധാനത്തിന്റെ ദൈവം. എവിടെങ്കിലും ഇന്ന് ലോകത്ത് മനുഷ്യ സമാധാനത്തിനോട് ഓടുക. ആരെല്ലാം നോക്കിയിട്ട് ഇത് കൈ ഒതുങ്ങുന്നില്ല, കൈപ്പിടി പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആ അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് 3 ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ യേശു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസ് മാത്രം പറയാം, നിങ്ങൾ പിന്നെ വായിച്ചോണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27
27-ാമത്തെ വാക്യം ഒന്നാമത്, രണ്ടാമത് അതിന്റെ 16-ാമത്തെ വാക്യം, മൂന്നാമത് 1, 2, 3, 4 വാക്യങ്ങൾ. ഏറ്റവും പരമപ്രധാനമായ 3 വാഗ്ദത്തങ്ങൾ. കർത്താവ് തങ്ങളുടെ ഗുരു തങ്ങളിൽ നിന്ന് അവൻ വിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഹൃദയത്തിലെ ആശങ്കയും അവരുടെ ജീവിത ഭാരങ്ങളും കണ്ടുകൊണ്ട് കർത്താവ് അവരെ ഉറപ്പിക്കുന്ന 3 വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾ വായിച്ചോ. 27, 16, 1, 2, 3, 4. അതിൽ 27 മാത്രം പറയാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമൈതലേ, ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന എന്താ അറിയാമോ? നമ്മൾ അനുഭവിക്കുന്ന സമാധാനമുണ്ടല്ലോ, അത് എടുത്തു കളയാനേ ലോകം ശ്രമിക്കുന്നത്. തിരികെ സമാധാനം തരാൻ ലോകത്തിൽ ഒരുവന് പോലും കഴിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്താ? നമ്മുടെ ഒന്നും ജീവിതത്തിൽ പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണ്, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടാണോ, ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാം ഉണ്ട്. എന്നാലും നമ്മുടെ മുഖത്തൊന്ന് നോക്കിയേ, എന്തൊരു ഐശ്വര്യമാ! ഓ, ദൈവത്തിന് സ്തോത്രം! എന്തൊരു തേജസ്സാ! നമ്മുടെ ഹൃദയത്തിനകത്തൊരു ധൈര്യം, എന്തൊരു ധൈര്യമാ! ഹല്ലേലൂയ! എന്താ എവിടുന്ന് കിട്ടിയത്? ജന്മനാ കിട്ടിയതാണോ? അപ്പച്ചന്മാർ, തന്റെ ഇടമുള്ള അപ്പച്ചന്മാരുടെ കൊച്ചുമക്കളായിട്ട് ജനിച്ചതിന്റെ വരി കിട്ടിയതാണോ? അല്ലല്ല, നോ. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഈ ധൈര്യം എവിടുന്ന് കിട്ടുന്നറിയാമോ? ക്രിസ്തുവേസു നമുക്ക് തന്ന മാറ്റമില്ലാത്ത സമാധാനത്തിലൂടെ നമുക്ക് കിട്ടിയ ധൈര്യമാണ്. ഹല്ലേലൂയ! ആ സമാധാനം ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ ആ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞത് അങ്ങ് വിടാൻ പോവാ. പിന്നെ ഈ സമാധാനം അങ്ങോട്ടൊന്നും കൊടുത്തിട്ട് കിട്ടിയതല്ല കേട്ടോ, ഇങ്ങോട്ട് സൗജന്യമായിട്ടാ കിട്ടിയത്. കർത്താവ് പറഞ്ഞൊരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തന്നതൊക്കെയും നിങ്ങൾ സൗജന്യമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങൾ എന്നോട് പിണങ്ങും, ഞാൻ ഇവിടെ സൗദി അറേബ്യ ഇരിക്കുക, നിങ്ങൾ ജർമ്മനിയില, എത്ര 1000 മൈലുകൾ എന്നത് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇനി കാണുമോന്നും അറിയത്തില്ല. എനിവേ, ഞാൻ നിങ്ങളെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് പൊക്കോട്ടെ. ഹല്ലേലൂയ. ഒന്നും കൊടുത്തില്ലേലും വിരോധമില്ല. ഒരു നല്ല സ്തോത്രം പറഞ്ഞേര്. കർത്താവ് പറഞ്ഞ് സൗജന്യമായിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കും വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. യേശു പറഞ്ഞ് സൗജന്യമായി തന്നതാ, സൗജന്യമായി കൊടുപ്പീൻ. ഞാൻ ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണല്ലോ മത്തായി 5, 6, 7. ഹല്ലേലൂയ. അതിനകത്ത് 5-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്, സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സമാധാനം കെടുത്താനല്ല ദൈവം നമ്മളെ വിളിച്ചത്. സഭയ്ക്കകത്തുള്ള സമാധാനം കെടുത്താനല്ല, ഭവനത്തുള്ള സമാധാനം കെടുത്തുവാനല്ല, സമൂഹത്തുള്ള സമാധാനം കെടുത്തുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ക്രിസ്തുവിന്റെ സമാധാനം അനേകരിലേക്ക് പകരുവാനാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ ഈ സമാധാനം കൊണ്ട് നിറച്ചത്. ഹല്ലേലൂയ. എത്രയെത്ര സമാധാനം കെട്ട രാത്രികൾ. സാക്ഷ്യം പറയാനൊന്നും എന്റെ മുമ്പിൽ സമയമില്ല, ഞാനത് എടുക്കുന്നില്ല. ദൈവമൈതലേ, ഹല്ലേലൂയ. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടി ഡൽഹി പട്ടണത്തിലൂടെ നെട്ടോട്ടമോടി ഒരു യൗവനക്കാരനായിരുന്നു. പക്ഷേ എന്റെ കർത്താവ് എനിക്ക് അന്ന് 1993 ഓഗസ്റ്റ് മാസം 19-ാം തീയതി എന്നെ പേര് ചൊല്ലി വിളിച്ച് എന്നിൽ നിറച്ച സമാധാനം കൊണ്ട് ഇത്രേ സംവത്സരങ്ങൾ ഓടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബമെല്ലാം ഈ സമാധാനം അനുഭവിക്കുന്നു. ഞാൻ നിൽക്കുന്ന ദൈവസഭ ഈ സമാധാനം അനുഭവിക്കുന്നു. ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കുന്നു, എന്റെ വിശ്വാസം അവരും ഈ സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സമാധാനം നമ്മുടെ കർത്താവിന്റെ ജനനത്തിലെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു പോകാൻ സമയമില്ല. യെശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച്, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന 600-700 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യെശയ്യാ പറയാ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങൾ. ഒരു കാര്യം പറയാ, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ വാഴുന്നത് സമാധാനത്തിന്റെ പ്രഭുവാ കേട്ടോ. അതുകൊണ്ട് നീ ധൈര്യത്തോടെ ഇരിക്കാൻ ദൈവാത്മാവ് ഇവിടെ പറയാ, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. എവിടൊക്കെ ശുദ്ധീകരണം വേണം? അവിടെ പറയാ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. നമ്മൾ വേണേ എളുപ്പം എന്ന് പറയാൻ ദേഹം ദേഹി, ആത്മാവ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിടും. പക്ഷെ തിരിച്ചിവിടെ പറയുന്ന അങ്ങനല്ല. ഓർഡർ ഇതാണ്. ഏത്? ആത്മാവും പ്രാണനും ദേഹവും എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കപ്പെടണം.
നമുക്ക് 51 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാം. 51 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യവും 1ഉം 2ഉം 7-ാമത്തെ വാക്യവും ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. 51 നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവമേ, നിന്റെ ദയക്കിരക്കൊണ്ടും കൃപയും എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അടുത്ത 7-ാമത്തെ ഞാൻ വായിക്കാം. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അതിങ്ങനെയാണ്: ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. നമുക്കറിയാം അതിന്റെ മുഖവര തന്നെ ദാവീദ് സങ്കീർത്തനം ചമപ്പാനുണ്ടായ കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്നുള്ളത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ ദാവീദ് പറയുകയാണ്, ദൈവമേ എന്നെ ഒന്ന് നന്നായി ഒന്ന് കഴുകണം. എന്തിനാണെന്നറിയാമോ? എന്റെ അകൃത്യം എന്നിൽ നിന്ന് നീക്കപ്പെടണമെങ്കിൽ എന്നെ ഞാൻ കഴുകിയാൽ പറ്റുകയില്ല. അങ്ങ് തന്നെ എന്നെ ഒന്ന് കഴുകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, എന്റെ പാപം നീക്കി എന്നെ എന്ത് ചെയ്യണം? വെടിപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ വെടിപ്പുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത്. നിർമ്മലതയുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാപട്യമുള്ള ഒരു ഹൃദയമല്ല നമുക്ക് വേണ്ടത്. വഞ്ചനയുള്ള ഒരു ഹൃദയമല്ല നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. വെടിപ്പുള്ള ഒരു ഹൃദയത്തിന്റെ ഹല്ലേലൂയ അവിടെ പറയുക. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണം? അപ്പൊ പരിശുദ്ധാത്മാവ് സ്ഥിരമായി നമ്മളിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മുടെ അകൃത്യങ്ങൾ മായിക്കപ്പെടണം. 2, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? നിർമ്മലമാകണം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണേ. നമ്മൾ ജീവിതഭാരം കൊണ്ടൊക്കെ ഇല്ലേ നടക്കുന്നത്? രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവസന്നിധിയിലെങ്കിലും ഒന്ന് സന്തോഷിച്ചോ. നിങ്ങളുടെ മുഖം ഒന്ന് സന്തോഷിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ഒന്ന് സന്തോഷിക്കട്ടെ. സാക്ഷാൽ ദൈവം ഇന്ന് പകൽ രാത്രിയിൽ ഇടപെടുകയാ. ഇന്ന് രാത്രി ഒരു കഴുകൽ നമുക്ക് വേണോ? അതോ ദാവീദിന് മാത്രം മതിയായിരുന്നു? ദാവീദ് ചെയ്തതൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ കൊല ചെയ്തവരൊന്നും അല്ല. നമ്മൾ കൊലപാതകം എന്നൊക്കെ പറയുമ്പോ എന്താ വിചാരിക്കണേ? ഒരു കത്തി എടുത്തു കുത്തുക, അല്ലെ ഒരു എന്തെങ്കിലും വെടിവെച്ചു പോലെ, അല്ലെ എന്തൊരു എക്സെട്ര എന്തൊരു ആയിക്കോട്ടെ. പക്ഷെ അത് മാത്രമാണോ കൊലപാതകം? അല്ലല്ല. നമ്മുടെ നാവിലൂടെ തൊടുത്തു വിടുന്ന ചില കാഠിന്യമായ വാക്കുകൾ പോലും ചിലരുടെ ആത്മാവിന്റെ മരണത്തിന് ഹേതുവാകുന്നുണ്ട്. യേശു പറഞ്ഞു, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ, ഒരു സ്തോത്രം പറഞ്ഞേ, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ, ബാക്കി ഞാൻ പറയണ്ടല്ലോ. അമ്മയെ അപ്പനെയും പ്രാകുന്നവൻ ശപിക്കുന്നവൻ പറഞ്ഞോ? മനസ്സിലായോ? അപ്പോ നോയിക്കേ. അപ്പൊ അങ്ങനെ പോലും നമുക്ക് വിളിക്കാൻ അർഹതയില്ല. ദൈവം അതിന് അനുവദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ലൈസൻസ് ആക്കി എന്ത് ചെയ്യാ? സമയം അനുസരിച്ചും ഇഷ്ടം പോലെ സ്ഥലകാല വ്യത്യാസം ഒന്നുമില്ലാതെ നമ്മളിതൊക്കെ അങ്ങ് പറഞ്ഞു വിടുകയാ. നമുക്കൊരു ധാരണയും വിശ്വാസവും ഉണ്ട്. എന്താ അറിയാമോ? നമ്മുടെ കർത്താവ് എല്ലാം ക്ഷമിക്കും. നിശ്ചയമായിട്ടും ക്ഷമിച്ചുകൊണ്ടാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന. അല്ലെ ഞാനും നിങ്ങൾ ഇരിക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞേ. ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റെങ്കിലും ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെ വന്നു കാണും. അതങ്ങ് ക്ഷമിക്കാതിരുന്നായിരുന്നല്ലോ ഈ കൂട്ടായ്മ വരാൻ എനിക്കോ പറ്റുമോ? നിങ്ങളോട് പ്രസംഗിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു ദൈവമക്കളെ? ഇല്ല. നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യമുണ്ട്, ദീർഘക്ഷമയുണ്ടെന്ന് പറഞ്ഞ് നാളെ ഇറങ്ങി ഇതിനേക്കാൾ വലിയത് ചെയ്യാനല്ല നമുക്ക് ലൈസൻസ്. ഇന്ന് ചെയ്തത് നാളെ ചെയ്യാതിരിക്കുവാൻ ഈ രാത്രി നമ്മെ ഒന്ന് ക്രമീകരിക്കണം. ഞാൻ മടങ്ങി വരിക. അപ്പോഴേ ഇവിടെ പറയുകയാ, ഞാൻ നിർമ്മലനാകേണ്ടത് ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ ഒന്ന് കഴുകണം. ഞാൻ ചുരുക്കി അതങ്ങ് പറഞ്ഞു പോയാൽ അത്രയേ പറയാനുള്ളൂ. ദൈവത്തിന്റെ വചനത്താലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും നാം ശുദ്ധീകരണം പ്രാപിക്കണം. ഏറ്റു പറയുന്നത് കൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെടണമെന്നില്ല. ഏറ്റു പറയുന്നത് അവൻ അംഗീകരിച്ചിട്ട് അവന്റെ വചനത്താലും അവന്റെ രക്തത്താലും എന്ത് ചെയ്യണം? അവൻ നമ്മെ ശുദ്ധീകരിക്കണം. തെളിവ് പറയാം. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. എഫേസ്യ ലേഖനം ഹല്ലേലൂയ അതിന്റെ 5-ാം അധ്യായം 26, 27 വാക്യം വായിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26, 27. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കിയേ എന്താ പറഞ്ഞത്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. അപ്പൊ ശുദ്ധീകരണം എന്താ വേണം? വചനത്താലുള്ള ശുദ്ധീകരണം വേണമെന്ന് അസന്നിഗ്ധമായി ആ പരിശുദ്ധാത്മാവിടെ പറയുകയാ.
അപ്പൊ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് സ്വതന്ത്രം ശുദ്ധീകരിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാൽവറി രക്തത്താലൂടെ നമ്മൾ കഴുകൽ പ്രാപിക്കുന്നവർ. രണ്ട് കഴുകൽ നമുക്കുണ്ട്. ഒന്ന്, യേശുവിന്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും കഴുകി കളയപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം, കഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാളെയും നമ്മളെ കഴുകിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നാൽ ഇവിടെ പറയുക, വചനത്താലും നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാകണം. വചനം വായിച്ചാലല്ല നമുക്ക് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. വചനം വായിക്കണ്ടേ? കുമ്പനാട്ട് കൺവെൻഷനും തിരുവല്ല കൺവെൻഷനും പോയി 4 ബൈബിൾ മേടിച്ചോണ്ട് ഷോക്കേസിൽ കൊണ്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ നമ്മുടെ കൈ തന്നിരിക്കുക, പഠിക്കാൻ തന്നിരിക്കുക, ഗ്രഹിക്കാൻ തന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നിങ്ങൾ ആമേൻ പറയുന്നില്ലായിരിക്കാം. ഈ വചനം ഹല്ലേലൂയ സഭായോഗത്തിന് മാത്രം കൊണ്ടുപോകാനല്ല, കൂട്ടായ്മയ്ക്ക് മാത്രം കൊണ്ടുപോകാനല്ല. ഏത് കൂട്ടായ്മയ്ക്ക് പോയാലും ദൈവവചനം കയ്യിലുണ്ടായിരിക്കണം. ടാബ് അവിടെ ഇരിക്കട്ടെ, ലാപ്ടോപ്പ് അവിടെ ഇരിക്കട്ടെ, മൊബൈലോ അവിടെ ഇരിക്കട്ടെ, ആപ്ലിക്കേഷൻ ഒക്കെ അതിനകത്ത് ഉണ്ടെന്നേ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ അല്ലയോ ഈ വചനം? ഇത് ഉയർത്തുന്നവനെ അല്ലേ ദൈവം ഉയർത്തിയിട്ടുള്ളൂ. ഈ വചനം ഉയർത്തിയോനെ ദൈവം ഉയർത്തിയുള്ളെന്ന്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ, എനിക്ക് യാഥാർത്ഥ്യം അറിയത്തില്ല, സത്യമാണ് എന്റെ വിചാരം. കർത്താവിൽ വിശ്രമിക്കുന്ന കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ ഏലിയാവ് എന്നൊക്കെ നാമകരണം ചെയ്യുന്ന വിശ്വപ്രസിദ്ധനായ സുവിശേഷകനായിരുന്ന PV ആചാര്യ ഉപദേശിയെ ഒരിക്കല് അമേരിക്കയിൽ പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിന് പോകാനൊരു അവസരം കിട്ടി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം ബാഗ് തുറന്നു, വേദപുസ്തകം എടുത്തു, അദ്ദേഹം അത് തലയിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എമിഗ്രേഷനിലേക്ക് പോകുകയാണ്. എമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ എമിഗ്രേഷനിൽ നിൽക്കുന്ന അപ്പോൾ ഈ തലയിൽ ബൈബിൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെ ചോദിക്കുന്നു, ഇംഗ്ലീഷ് ആണല്ലോ, ആചാര്യ ഉപദേശിക്കുന്ന ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ, അന്നത്തെ കാലത്തെ കാര്യമാ, അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വന്ന മനുഷ്യനെ വിളിച്ചിട്ട് ഈ സായിപ്പ് അല്ലെ അവിടേക്ക് എമിഗ്രേഷൻ ഓഫീസർ വെച്ച് ഇദ്ദേഹത്തിന് എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഹല്ലേലൂയ. അദ്ദേഹം ചോദിച്ച ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ പദം നിങ്ങൾ വേറെ ആരും പറയില്ലേ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതായിരിക്കും അങ്ങനെ ഈ സായിപ്പ് ചിന്തിച്ചത്. അപ്പൊ ആചാര്യോപദേശിക്ക് മനസ്സിലായി തനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഇദ്ദേഹം ചോദിച്ചെന്നുള്ളത് എങ്ങനെയോ മനസ്സിലായിട്ട് പറഞ്ഞു, എടാ കുഴപ്പമല്ലെന്ന് അവനോട് പറ. ഈ വചനം ആശാരി ചുമ്മിയത് കൊണ്ട് ആശാരിയെ ഈ വചനം ഇവിടെ വരെ ചുമ്മിയെന്ന് നീ അവനോട് പറയണ്ട. ഒരു ആശാരി മലയാളത്തിൽ സംസാരിച്ച സായിപ്പിന് മനസ്സിലായി കാണത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ടാ പറഞ്ഞ ഈ വചനം എടുത്തുകൊണ്ട് നടക്കണം. ഇത് ടാബ് കൊണ്ട് നടക്കല്ലേ. പാസ്റ്റർ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങനൊന്നും കണ്ടോട്ടല്ല പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങ് പറഞ്ഞു പോയി. പൊതുവിൽ ഇന്നത്തെ ആത്മീയ സമൂഹത്തിന്റെ നടുവിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കയ്യിലുണ്ടല്ലോ എന്ന് കണ്ട്, ഇല്ല കുഞ്ഞെ ഇതെടുക്കണം കേട്ടോ. ഓബേദോമനോട് ചോദിച്ചു നോക്കാം, അച്ഛാ വല്ല ഗുണമുണ്ടോ? ഓബേദോമന് ചോദിക്കാം. ഉണ്ട് പാസ്റ്ററെ, എന്താ ഗുണം? ഞാൻ 20 കൊല്ലം അപ്പുറത്തിരുന്ന, പക്ഷെ ഒരു കടുങ്കാപ്പിക്ക് കാശ് അവന് കിട്ടിയില്ല. എന്റെ വീട്ടിൽ 20 ഒന്നും ഇരുന്നില്ല. വെറും 3 മാസം 90 ദിവസം ഇരുന്നുള്ളൂ. ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. പോരാ, എന്റെ മക്കളെല്ലാം ദൈവാലയത്തിലെ ശുശ്രൂഷകളിൽ ഓരോ ഭാഗഭാഗിത്വം വഹിച്ചു. എന്താ ഉപദേശിച്ചതിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ അത് വേറൊന്നുമല്ല പാസ്റ്റേ, മന്ന നിറച്ച പൊൻപാത്രവും അഗരോന്റെ തളിർത്ത വടിയും അതിലെല്ലാം ഉപരി ദൈവത്തിന്റെ കരങ്ങളാൽ എഴുതിയ കൽപ്പനകയുമുള്ള പെട്ടകം എന്റെ വീട്ടിൽ ഒരു 3 മാസം ഇരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ പെട്ടകം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇത് ചുമക്കുന്നതിനെ കൊണ്ടല്ലോ കൂലിയുണ്ട് കേട്ടോ, ഓർക്ക് മറന്നു പോകല്ലേ. ഈ പെട്ടകം ലജ്ജ കൂടാതെ ചുമക്കുന്നവന് കൂലിയുണ്ട്. വെളിപ്പാട് പുസ്തകം അതല്ലേ പറയുന്നത്? ഈ പ്രവചനം വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും പറഞ്ഞത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഞാൻ ആ ഭാഗവും വിടുക. അപ്പൊ നോക്കിയേ, നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്താൽ ഒരു ശുദ്ധീകരണം ഇന്ന് രാത്രി ആവശ്യമാണ്. യേശു കർത്താവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് വന്നത്. ഒന്നാമത്തെ കർത്താവിന്റെ വരവ് പാപികളെ വീണ്ടെടുക്കുവാനായിരുന്നു. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ദൈവരാജ്യത്തെ നമ്മുടെ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു, നൈൻപെട്ട വിധവയുടെ 3 നമുക്കറിയാം, അതെല്ലാം അറിയാം. ഒത്തിരി യോഹന്നാൻ തന്നെ പറയുന്നു, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയാൽ ആ പുസ്തകങ്ങൾ ഈ ലോകത്തിലെങ്ങും എന്ത് ചെയ്യത്തില്ല, ഒതുങ്ങത്തില്ലെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ യേശു ഒരിക്കലും അത്ഭുതങ്ങളുടെ പുറകെ പോയില്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞു.
ഇന്ന് പകൽ അത്ഭുതം ഈ സമയം നമ്മുടെ ഇടയിൽ മൂല്യച്യുതി പറ്റിയില്ലേ? അത്ഭുതം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം തന്റെ സഭയെ ഉറപ്പിച്ചു പോകുന്ന എഴുതിയേക്കുന്നത്. അത്ഭുതം ഇല്ലെന്നൊന്നും പറഞ്ഞാലല്ല ഞാൻ. പക്ഷെ അത്ഭുതത്തിന്റെ പുറകെ ഓടണ്ട ദൈവ പൈതലേ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ തിരുവഴുത്തൊരു അത്ഭുതമാ. നീ ധരിക്കുന്ന നാമം ഒരു അത്ഭുതമാ. യേശുവിന്റെ നാമം അത്ഭുതമാ. അവൻ അത്ഭുത മന്ത്രിയാ. അവനെക്കാട്ടിൽ ഒരു അത്ഭുതം പറയാൻ ആരുണ്ട്? ഏതൊരു മന്ത്രിയുണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം പറയാ. അങ്ങനെയെങ്കിൽ അത്ഭുതം തേടിപ്പോയി ഇന്ന് വേർപാടില്ല, വിശുദ്ധിയില്ല, ഉപദേശമില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈവദാസൻ വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിന്റെ ഉപദേശത്തിലും അതിന്റെ പൂർണ്ണമായി. അതുകൊണ്ട് അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണം വേണം, പ്രാണനിൽ ശുദ്ധീകരണം വേണം. എന്ത് ചെയ്യണം? ദേഹത്തിൽ ശുദ്ധീകരണം വേണം. എങ്ങനെയൊക്കെ? ദൈവത്തിന്റെ വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടണം. യേശു കർത്താവ് കാൽവറിയിൽ ചിന്തിയ 33 തിരുവയസ്സിലെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടും. എന്തിനാ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നത്? ശുദ്ധിമാന്മാരായി ശുദ്ധിമതികളായി ഇവിടെ ജീവിക്കാനാണോ? അല്ല. അടുത്ത വാക്യം നോക്കിക്കേ. എന്താ പറയാ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടേണ്ടതിന്. എന്താ കാര്യം? എന്തിനാ ശുദ്ധീകരണം? എന്തിനാ ദൈവമക്കളെ? നോക്കിയെന്ന് വായിച്ച് എത്ര നല്ലൊരു വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജർമ്മനിയിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഹല്ലേലൂയ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തന്റെ ദൂതന്മാരെ അയക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതിന് ഇന്ന് രാത്രി വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി ഹല്ലേലൂയ നാം ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം വിശുദ്ധിയുടെ ഭവനം. ഞാനിപ്പോ പറഞ്ഞ നമ്മുടെ കർത്താവ് ഇപ്പോഴും 2 ജോലി ചെയ്തുകൊണ്ടിരിക്കട്ടോ. നമ്മളെ പ്രസംഗം ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്തോത്രം പറയും. നമ്മളെ ആഗ്രഹിക്കുന്ന തോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ സ്തോത്രം പറയത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനല്ല. നമ്മൾ 2 പണി ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്കറിയാം. ഞാൻ പറയാം എന്താന്ന് പറഞ്ഞാൽ, 1 നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക. 1. 2 നമുക്ക് വേണ്ടി സദാസമയം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുക. ഒരു നല്ല സ്തോത്രം പറഞ്ഞുതരാം. അവിടെ എനിക്ക് കേൾക്കത്തില്ലെങ്കിലും നിങ്ങൾ ചെറിയൊക്കെ നനങ്ങട്ടെ. പറഞ്ഞു മനസ്സിലായോ? അവൻ എന്ത് ചെയ്യുക? 2 ജോലിയാ ചെയ്യുന്നത്. 1 നമ്മളെ കൊണ്ട് പാർപ്പിക്കുവാൻ വാസസ്ഥലം ഒരുക്കിയിരിക്കുക. 3-ാമത്തെ മുമ്പേ പറഞ്ഞ യോഹന്നാനി കിടപ്പുണ്ടല്ലോ, നമുക്കറിയാം. 2 നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 കാര്യം ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് 3 കാര്യം വേദപുസ്തക പ്രകാരം പറയാം. എപ്പോ കർത്താവ് വരുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാലത്തിന് മുമ്പും കർത്താവിന് ശേഷവും ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെട്ട വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിലെ പ്രവചനം മുഴുവനും നിറവേറി കഴിയുമ്പോൾ യേശു മടങ്ങി വരും. അതിങ്ങനെ പറയാം. തിരുവചനത്തിൽ അവന്റെ വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറുമ്പോൾ യേശു മടങ്ങി വരും. 2 നമുക്ക് വേണ്ടിയുള്ള വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് മടങ്ങി വരും. ഇനി 3 പിതാവ് ആജ്ഞ കൊടുക്കുമ്പോൾ കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സംഭവിച്ച് പ്രവചനമെല്ലാം ഏകദേശം ആക്കുറേറ്റായി നിറവേറി കഴിഞ്ഞു. ഇനി വിരലിലുണ്ടാവുന്ന പ്രവചനം കൂടെ സംഭവിക്കാനുള്ളൂ. ഭവനമേ ഒരുക്കിക്കൊണ്ടിരിക്കും, തീരാറായി കാണും. ഇതെല്ലാം കഴിയുമ്പോൾ പിതാവ് പറയും, പോകാൻ പറയുമ്പോൾ തന്റെ വിശുദ്ധ ദൂതന്മാരുമായി മധ്യാകാശത്തിലേക്ക് കർത്താവ് കടന്നു വരും. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. മധ്യാകാശത്തിന് കൊണ്ട് അവൻ നമ്മെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, പരമാർത്ഥതയ്ക്ക് വേണ്ടി നിന്നതായ ദൈവത്തിന്റെ തലമോ മക്കളെ, ഒരുപക്ഷെ കർത്താവിന്റെ വരവിന് മുമ്പ് നാം മരിച്ചു മണ്ണോട് ചേരുകയാണ്. മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നാം തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് നാം ഉയർത്തെഴുന്നേൽക്കും. അല്ല, നാം ജീവനോടെ ആയിരിക്കുന്നെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവുമായിട്ട്
മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് പുറപ്പെടുന്ന അവർക്ക് തൊട്ടു പിന്നാലെ നമ്മളും രൂപാന്തരപ്പെടും. ഒരു സ്തോത്രം പറയട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ രൂപാന്തരം ഒക്കെ ആത്മാവിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സ്തോത്രം പറ. നാളെ എന്തെന്നുള്ളതൊക്കെ വിട്ടേര് കുഞ്ഞെ. ദൈവം കരുതുവെന്ന്. യഹോവ ഈരേ, എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാ പാസ്റ്ററെ, യഹോവ ഇരേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒന്നും കണ്ടുകൊണ്ടല്ല, ഇന്നും ഒന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ, ഉള്ളവനെ പോലെ ഇന്ന് നടത്തുന്നു. ഹല്ലേലൂയ, പരാതിയേ ഇല്ല. എന്തോ പരാതിപ്പെടാൻ, എന്തോ കൊണ്ടോ ഇങ്ങോട്ടായിട്ട് കൊടുത്തോട്ടാന്ന് വന്നേ. ഒന്നും കൊടുത്തിട്ടല്ല വന്നേ. ലോകത്തിൽ ഒരു മനുഷ്യന് പോലും മൂക്കത്ത് വിരൽ വെച്ച് നടക്കേണ്ട പാപം ചെയ്ത് നടന്നോ എന്നെ നമ്മളീ പലരെയും ഒക്കെ വിളിച്ച് വേർതിരിച്ച് ശുദ്ധീകരിച്ച് അവന്റെ രാജ്യത്തിന്റെ പുത്രന്മാരൊക്കെ ആക്കിയപ്പോ നമ്മൾ എന്നിട്ട് കൊടുത്തിട്ടാണ്. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി കൊടുക്കാൻ നല്ലൊരു സ്തോത്രമുണ്ടോ? വാ തുറന്ന് നല്ലൊരു സ്തോത്രമുണ്ടോ? ആമേൻ എന്ന് പറയാൻ കഴിയുമോ? ചങ്കൂറ്റത്തോടെ ഹല്ലേലൂയ പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി തന്നതിനത് പകരമാകട്ടെ. ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. എന്താ പറഞ്ഞത്? എന്തിനാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വരവ് വരെയും വിശുദ്ധിയിൽ നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും അനിന്യമായി കാക്കപ്പെടണം. ഒന്നുകൂടെ പറയുന്നു, കർത്താവിന്റെ വരവ് വരെയും നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അനിന്യമായി എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ കാക്കപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ആ ഒറ്റ ഉദ്ദേശമേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതാ പൗലോസ് അപ്പോസ്തലന്റെ ഈ വേദഭാഗത്തിന്റെ കാതലായവെന്ന വിഷയം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നും തട്ടി പൊടി പിടിച്ച് പൊടിപടലങ്ങൾ തട്ടി ഹല്ലേലൂയ വിരൂപികളായിട്ട് ഇവിടെ വന്ന് നടന്നാൽ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടത്തില്ല എന്ന് അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. വിശുദ്ധി പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, വിശുദ്ധി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ വിശുദ്ധി എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടണം. പാസ്റ്റർ, ഒരു ദൈവാലോചന സഭയോട് പറയാൻ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ്. ഈ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയുണ്ട്, ഒരുപാട് കാണും. ഒരു ചെടി നമുക്കെല്ലാം അറിയാം, കള്ളിമുൾ ചെടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പാസ്റ്റർ, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഓരോരുത്തരെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ദൈവിക വെളിപ്പാടാണ് പറഞ്ഞത്. സഭയെ കള്ളിമുൾ ചെടി എന്ന് പറഞ്ഞൊന്നും നിങ്ങൾ ആരും വിചാരിക്കരുത്. എനിക്കൊരു വെളിപ്പാട് കിട്ടി. ഞാനത് ഒരു ഉദാഹരണം, മനസ്സിലാകുന്ന എക്സാമ്പിൾ പറയുക. ശ്രദ്ധിച്ചിരിക്കണം. അത് വളരുന്ന എവിടെ അറിയാമോ? ഉഷ്ണ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ജലാംശം ഒട്ടും പോലും ഇല്ലാത്ത മരുഭൂമിയിലാണ് അത് ഉരുവായി വരുന്നത്. ആ ജലാംശമില്ലാത്ത മരുഭൂമിയിലൂടെ വളർന്നു വരുന്ന ഈ കള്ളിമുൾ ചെടിയുടെ മേൽ അത്യുഗ്രമായ അത്യുഷ്ണമുള്ള ഉഷ്ണക്കാറ്റടിച്ച് ഇത് ഓരോ ദിവസവും അതിന്റെ നടുവിൽ ഇങ്ങനെ വളർന്ന് എത്തുപൊട്ടി വരെ എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാട് ഞാൻ എങ്ങനെ പറയട്ടെ ദൈവദാസനെ, അനേകം മുകുളങ്ങൾ പൊട്ടുന്ന ഒരു പദ്ധതി ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിനുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒരു മുകുളമല്ല, രണ്ട് മുകുളമല്ല, ഒരെത്തല്ല, രണ്ടെത്തല്ല. നിങ്ങൾ ഏത് പട്ടണത്തിലാ, ഏത് സ്ഥലത്തൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ജർമ്മനിയുടെ പല പ്രവിശ്യകളിലും ദൈവസഭയുടെ അനേകം മുകുളങ്ങൾ അങ്ങയിലൂടെ അങ്ങേ ഏൽപ്പിച്ച ജനത്തിന്റെ പ്രാർത്ഥനയും അധ്വാനം കൊണ്ട് അനേകം മുകുളങ്ങൾ പൊട്ടി പുറപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. വചനമെന്ന വിത്ത് വിതയ്ക്കപ്പെടും. അത് കിളിർക്കാൻ ഒരു പക്ഷേ ജലാംശം ഒട്ടും കാണത്തില്ല. കിളിർത്തു വന്നാൽ അത് വളരാൻ ശീതക്കാറ്റ് അടിക്കത്തില്ല, ഉഷ്ണക്കാറ്റേ അടിക്കത്തുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആ വചനം കെട്ടുപോകുവാൻ ഞാൻ അനുവദിക്കുകയില്ലോ. കർത്താവിന്റെ വരവിങ്കൽ ജർമ്മനി എന്ന രാജ്യത്തുനിന്ന് നിങ്ങളെ ആക്കിയ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരായി കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ കർത്താവിന്റെ ദാസരെ അങ്ങയെ കുറിച്ചും അങ്ങേ ഏൽപ്പിച്ച സഭയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു വാക്യം ഞാൻ പറയട്ടെ. അത് വാക്യത്തിൽ അത് അണ്ടർലൈൻ ചെയ്യണം. വാക്യം വെച്ചാണ് ദൂത് പറയുന്നത്. വാക്യം ബേസ് ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കരിമരവും കരിവേലവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ ഒരു വിശുദ്ധ സന്തതി ശേഷിച്ചിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. കരിമരവും കരിവേലവും വെട്ടി, അങ്ങനല്ലേ പാസ്റ്റർ വാക്യം? അങ്ങനെയാണോ? നിങ്ങൾ നോക്കിയോ? കരിമരവും കരിവേലവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്ന പോലെ ഒരു വിശുദ്ധ സന്തതി ശേഷിച്ചിരിക്കും. അപ്പൊ ദൈവദാസനെ, ഒരു വിശുദ്ധ സന്തതി ശേഷിപ്പായിരിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം.
കർത്താവെ, ഒരു വിശുദ്ധ സന്തതി, ഒരു ശേഷിപ്പ്, ഏത് വിശുദ്ധ സന്തതി എന്ന ഒരു ശേഷിപ്പിനെയും കൊണ്ട് വേണം അങ്ങയുടെ വരവെങ്കിൽ അങ്ങയുടെ സ്ഥലത്തിൽ എനിക്ക് കയറി വരാൻ. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അപ്പോൾ തന്നെ പറയാം, വാഹനം, വഴി, ഇത് രണ്ടും ദൈവദാസൻ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. വാഹനവും വഴിയും, അത്രയും പറഞ്ഞാൽ മതിയല്ലോ, അറിയാമല്ലോ, വ്യാഖ്യാനിച്ചോണം. വാഹനം, വഴി, അത് വളരെ സൂക്ഷ്മമായിരിക്കണം. പ്രാർത്ഥന ഇത്രയും ദിവസങ്ങളിൽ സൂക്ഷിച്ച ദൈവമാ, നാളെയും ദൈവം സൂക്ഷിക്കും. പക്ഷേ നമ്മുടെ ഒരു സൂക്ഷിപ്പുണ്ടാകണം എന്ന് പറഞ്ഞാൽ, മുകുളങ്ങൾ പൊട്ടും, എത്തുകൾ പൊട്ടും. ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ ദൈവസഭയുടെ ഹല്ലേലൂയ ബ്രാഞ്ചുകൾ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എനിക്ക് ജർമ്മനി വരാൻ പറ്റുമോന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഏതെങ്കിലും ഞാൻ ജർമ്മനി എയർപോർട്ട് വഴിയൊക്കെ പോയിട്ടുണ്ട്. ജർമ്മനി വഴി വരികയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് കാണാൻ എനിക്കൊരു അവസരം തരുമെന്ന. കാരണം എന്നെ വിളിച്ചിറക്കിയപ്പോ എന്നോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, നീ എനിക്ക് ദാസനായിരിക്കുന്ന പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം ജാതികൾക്കോട് അറിയിക്കേണ്ടതിന് ഞാൻ നിന്നെ പ്രകാശമാക്കി വെച്ചിരിക്കുന്നതാ. അപ്പൊ ഈ നാട്ടിലൊക്കെ ഇപ്പൊ എന്നെ അറിയപ്പെടുന്ന ഒരു വിദേശ പാസ്റ്റർ എന്നാ എല്ലാവരും എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്നെ വിളിച്ചപ്പം പറഞ്ഞത് അങ്ങനെ, നീ എനിക്ക് ദാസനായിട്ട് ഇരുന്നാ പോരാ കുഞ്ഞെ, നീ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം അനേക ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടത് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അഹങ്കരിച്ച് പറയുകയല്ല, ഞാൻ താഴ്മയോടെ പറയട്ടെ. അക്ഷരാഭ്യാസമില്ല. ഞാൻ എന്റെ പിള്ളേർ പറയും, പിള്ളേരൊക്കെ നന്നായി പഠിച്ചാ കേട്ടോ. പിള്ളേർ ഒരു പപ്പ പോകുന്നിടത്തെങ്ങും, സമയം പോകുന്നല്ലോ, പപ്പ പോകുന്നിടത്തെങ്ങും വിദ്യാഭ്യാസം പറയരുത് എന്ന് പറയും. അവർക്ക് നാണക്കേടാ. കാരണം അവർക്ക് എനിക്ക് നാണക്കേടൊന്നുമില്ല പാസ്റ്ററെ പറയാൻ. കഷ്ടിച്ച് SSLC 3ാമത് ജയിച്ചവനാ ഞാൻ. ഹല്ലേലൂയ. ഇത് പറയാനല്ല പാസ്റ്റർ ഞാൻ സമയം തന്നെന്ന് പറയരുതേ. പ്രീ ഡിഗ്രി 2ാമത് തോറ്റുപോയി, 2ാമത് എഴുതിയതല്ല. സ്റ്റെനോ പഠിച്ചു. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ഡൽഹി പട്ടണം ചേക്കേറി 28 കമ്പനികളിൽ 5 വർഷം ജോലി ചെയ്തു. ഹല്ലേലൂയ. ഒരിടത്ത് പോലും സ്ഥിരതയില്ലാത്ത ഒരസ്ഥിര മനുഷ്യനായി ജീവിതത്തിന്റെ കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ട ഇടത്ത് ഹല്ലേലൂയ എന്നെ എന്നോട് വിളിച്ചെന്താ പറഞ്ഞോ, നീ എന്റെ വഴി അറിയുക, ഞാൻ നിന്റെ വഴി നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, അതെന്റെ പശ്ചാത്തലം അങ്ങനെ. പക്ഷെ എനിക്ക് എന്റെ 2 മക്കളുണ്ട്, അവരെ നന്നായി പഠിപ്പിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അവർ പഠിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ രണ്ടുപേരും സുവിശേഷ വേലക്കാരാ. എനിക്ക് അതേ ഉള്ളു പറയാൻ. അവർ രണ്ടുപേരും മാന്യമായി കർത്താവിന്റെ, ഞാൻ പറഞ്ഞ അത് വിടുകയാ, എന്റെ കാര്യം പറയാമല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഓർക്കണം, നാം വിശുദ്ധരാകേണ്ടത് എന്തിനാണ്? നാം ദിനം തോറും ശുദ്ധീകരിക്കപ്പെടേണ്ടതിനാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി അവന്റെ വരവെങ്കിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി നമ്മുടെ ആത്മാവും പ്രാണനും ശുദ്ധീകരിക്കപ്പെടണം. അത് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്തത് 24ാമത്തെ വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിർവഹിക്കും. നമ്മുടെ ദൈവത്തിന്റെ ഒരുപാട് പ്രത്യേകതയിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. നമ്മുടെ ദൈവത്തിന് എല്ലാം പ്രത്യേകതയുള്ളൂ. അത് വേദപുസ്തകത്തിലെല്ലാം ഉണ്ട്, നമ്മുടെ അനുഭവത്തിലും അറിയാം. ഞാൻ ഒരു പ്രത്യേകത പറയാം. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒന്ന് പറയാൻ കഴിയുമോ? എന്നെ വിളിച്ച ദൈവോ ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നോയിക്കേ ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള 66 വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏടുകളൊന്നും നോക്കിക്കേ. എവിടെങ്കിലും കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാതെ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ലില്ല. വാഗ്ദത്തം കേട്ട നമ്മൾ പലപ്പോഴും ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതെ അവിശ്വസിച്ചപ്പോഴും, തിരുവചനം പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നപ്പോഴും, ബാക്കി പറയാമോ? അവൻ വിശ്വസ്തനായി നമ്മളോടുകൂടെ പാർത്തു. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. ദൈവദാസനെ ജർമ്മനി കൊണ്ടുപോയത് വാഗ്ദത്തം നിറവേറ്റാനാ കേട്ടോ. വാഗ്ദത്ത പ്രകാരമാ കൊണ്ടുപോയത്, വാഗ്ദത്തം നിറവേറ്റാനാ കൊണ്ടുപോയത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ പശ്ചാത്തലങ്ങൾക്കും മേഖലകൾക്കും തിരശ്ശീല ഇട്ടുകൊണ്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, സമയമില്ലാത്ത നിലയിൽ ഭക്ഷിക്കാൻ ഒരുപക്ഷെ സമയം കാണത്തില്ല. ചിലപ്പോൾ വസ്ത്രം ഒന്ന് മാറി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ മാറി കൊടുക്കാൻ ഒരുപക്ഷെ സമയമില്ലാത്ത നിലയിൽ അത്ര തീഷ്ണമായ നിലയിലുള്ള ശുശ്രൂഷയുടെ ഭാഗങ്ങളിലേക്ക് ദൈവം ദൈവദാസനെ കൈപിടിച്ചു മാറ്റാൻ പോകുകയാണ്. വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാ പറയുന്നത്. വലയും വിടും, പടകും വിടും. ഒരു സ്തോത്രം പറഞ്ഞേര്.
ഇന്നുള്ള വലയും വിടും, ഇന്നുള്ള പടകും വിടും. ഒരു സ്തോത്രം പറഞ്ഞേരെ. ആമേൻ. അതാ ദൈവം കണ്ടിരിക്കുന്നത്. ഇന്ന് തൽക്കാലം ആമേൻ ഒന്ന് നിലനിൽപ്പിന് വേണ്ടി ഒരു വലയും ഒരു പടകും ഒക്കെ ദൈവം തന്നേ ഉള്ളൂ. ആ വലയും പടകും സുരക്ഷിതമല്ല, അത് ശാശ്വതമല്ല. ഈ പടക് ഒരു സ്തോത്രം പറഞ്ഞേരെ. ആമേൻ. ഹല്ലേലൂയ. ശിമോനെ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്നെ പടക് നിറച്ചേച്ച് ഇട്ടേച്ച് പാനല്ല കേട്ടോ. നിന്റെ പടകിനകത്ത് അത്ഭുതം കാണിച്ചേച്ച് പാനല്ല ഞാൻ വന്നത്. പിന്നെയോ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇന്ന് വരെ ഇല്ലാത്ത അവസ്ഥ ആത്മീയ ശുശ്രൂഷയുടെ പന്താവിൽ പരിശുദ്ധാത്മാവ് എന്റെ അഭിഷിക്തന് വേണ്ടി ചെയ്യും. കൂടെ വരാൻ ഒരു സന്തതിയും ഉണ്ടാകും. ദൈവാത്മാവിനോട് പറയുകയാ. തലമുറ എത്ര പേരെന്ന് എനിക്കറിയത്തില്ല. 1 or 2 ആയിക്കോട്ടെ, അല്ലെ 3 ആയിക്കോട്ടെ, എനിക്കറിയത്തില്ല. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, ഒറ്റയ്ക്കല്ല അങ്ങ് പോകുന്നത്. അങ്ങയുടെ ചുവട് പിടിക്കുവാൻ, അങ്ങടുത്ത പുസ്തകം അപ്പാ ഞാൻ പിടിക്കാമെന്ന് പറയാൻ ഒരു സന്തതി കൂടെ ഉണ്ടാകും. കണ്ണടയ്ക്കുമ്പോൾ സകല അനുഗ്രഹവും ആ സന്തതിയുടെ മേൽ കൈവച്ച് കൊടുത്തിട്ട് കണ്ണടയ്ക്കാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. അങ്ങനെ കർത്താവിന്റെ ഒരു താമസം ഉണ്ടെങ്കിൽ വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ഉണ്ട്. നിങ്ങളത് മറന്നു. പക്ഷെ ദൈവം മറക്കത്തില്ല കേട്ടോ. മറവിയുള്ളവനല്ല നമ്മുടെ ദൈവം. അല്ലല്ലല്ല. ചാമെ കടലിൽ കിടക്കുന്ന, ചാമെ മത്സ്യത്തിന്റെ വായിലിരിക്കുന്ന ചതുർദ്രമ്മ, ആമേൻ കണ്ട ആമേൻ തിരിച്ചറിയാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലക്ക് സദൃശമായ കണ്ണുള്ളവൻ. ഹല്ലേലൂയ. അവൻ മറവിയുള്ള ഒരു ദൈവമല്ല. അവൻ ഒരിക്കലും നമ്മെ മറക്കത്തില്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ദിവസങ്ങളിൽ എണ്ണി 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 ദൈവം അത് നിവർത്തിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാ. സമയം വേഗത്തിൽ പോകുന്നല്ലോ. പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവേ അബ്രഹാം 24 വർഷം കാത്തിരുന്നില്ലേ? അബ്രഹാം തന്നെ പറഞ്ഞില്ലേ, ഇനി ദമ്മേശേക്കുകാരനായ, ഇനി മക്കളൊന്നും വേണ്ട, ഈ ദമ്മേശേക്കുകാരനായ എലിയാസറിന്റെ അനന്തരാവകാശിയായ മതി. 15-ാം അധ്യായത്തിലുണ്ട്. പിന്നെ ഇസ്മായേലുണ്ട്, പോരാ ഇനി ഇവനൂടുണ്ട്, മതി 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 മതി. കർത്താവ് പറഞ്ഞ അങ്ങനല്ല അബ്രഹാമേ, ഞാൻ നിന്നെ കൽദയ പട്ടണമായി ഊരിന്ന് വിളിച്ചപ്പോഴേ ഞാൻ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് നീ ഞാനാ നിന്നോട് വാക്ക് പറഞ്ഞത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരുമെന്ന് ഞാൻ നിന്നോട് വാക്കു പറഞ്ഞെങ്കിൽ ആ വാഗ്ദത്തം ചെയ്യാൻ ഞാൻ വിശ്വസ്തനാ. അതുകൊണ്ട് ഇസ്മായേലിനെ ഒന്ന് നീ ഇസ്മായേൽ അല്ല, എലിയാസർ അല്ല, നിന്റെ കടിപ്രദേശത്തുനിന്ന് സാറായെ നീ ചിരിച്ചില്ലേ? ആ ചിരിച്ചതിന്റെ ഉദരത്തിൽ തന്നെ ഒരു തലമുറ നിനക്ക് വേണ്ടി ജനിക്കും. അതിന് 24 വർഷം കഴിഞ്ഞെന്ന് നീ പറഞ്ഞായിരിക്കും. പക്ഷെ അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോൾ അത് നിന്റെ മടിയിൽ നീ അണയ്ക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ ഉടമനവ ശന്തര്. ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ നിറവേറുന്നില്ലല്ലോ. കർത്താവെ, കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഈ ഇടുക്കമൊന്ന് മാറാൻ വാഗ്ദത്തം ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞില്ലേ? പ്രവാചകന്മാർ തലേ കൈവച്ച് പറഞ്ഞില്ലേ? പ്രവാചികൾ പറഞ്ഞില്ലേ? വചനം ഇടപെട്ടില്ലേ? സ്വപ്നം ഇടപെട്ടില്ലേ? ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. അത് പറയാം. വചനം പറയുന്നത് എങ്ങനെയെന്നറിയാവും? വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിറവേറുവാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. ഈ ദിവസങ്ങളിൽ സഹിഷ്ണുതയോടെ നാം കാത്തിരിക്കുമെങ്കിൽ കർത്താവ് തന്റെ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ഞാൻ ആ വാഗ്ദത്തം ഇങ്ങോട്ട് പറയട്ടെ. ഈ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പിന്നെ ശിഷ്യന്മാർ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുക. അവർ കണ്ടു കർത്താവ് കയറി പോകുന്നത്. അപ്പം അവരുടെ കണ്ണിന് മറഞ്ഞു കഴിഞ്ഞപ്പം ആമേ സ്തോത്രം, അവരിങ്ങനെ ആകപ്പാടെ ആശങ്കാകുലരായി നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എന്തറിയാം? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ വീണ്ടും വരും. വാഗ്ദത്തം ചെയ്തവൻ വരുമെന്ന്. വാഗ്ദത്തം ചെയ്ത കർത്താവ് മടങ്ങി വരും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഹല്ലേലൂയ. ഓ ചുടകര കടകരകസി. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അരികിൽ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മടങ്ങി വരും. നമ്മെ കൊണ്ടുപോകും.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യാതൊരു വിധമായ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളെയും നീക്കി ഏറ്റുപറയാനുള്ള ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കാനുള്ള ക്രമീകരിച്ച് ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ ദൈവനാമത്തിൽ അത് വിട്ടുകളഞ്ഞ് ക്ഷമ ചോദിച്ച് ക്രമീകരണം പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഈ രാത്രിയിലോ നാളെ പകലോ ഇനി ഏത് സമയം എന്നറിയത്തില്ല. നമ്മൾ രണ്ട് കാര്യം കറക്റ്റ് ആണ്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ യേശുവിന്റെ മടങ്ങി വരവ്. ഇത് രണ്ടിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല, എവിടെ വെച്ചാന്ന് അറിയത്തില്ല. രണ്ടിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏതിനേലും ഒന്ന് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെയും ക്ഷമിക്കാം. നമുക്ക് നിങ്ങൾക്ക് ജർമ്മനിയിലൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ദൈവമക്കൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഭയ്ക്കകത്തൊക്കെ പോരാട്ടവും പാസ്റ്ററും വിശ്വാസികളും തമ്മിലൊക്കെ പറഞ്ഞു. നിങ്ങൾ അവിടെയൊക്കെ ആണ്ട് ഇതൊന്നും കാണത്തില്ലെന്ന് എന്റെ അഭിപ്രായം. കാരണം അതിനുള്ള സമയം ഇവിടെ ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞേര്. ആമേ സ്തോത്രം. അവിടെ അതിനുള്ള സമയമില്ല. കാരണം ജോലി ചെയ്തില്ലേ കാശ് കിട്ടത്തില്ല, ജോലി ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങനെ വല്ലോ ഉണ്ടെങ്കിലേ പിന്നെ ഞങ്ങൾ ഈ ദൈവദാസന്മാരൊക്കെ ഈ സ്റ്റേജിന്റെ മുമ്പിൽ എഴുന്നേറ്റിരിക്കുമ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെ ഇവർ ഈ വൈരാഗ്യം വെച്ച് കാച്ചുവാ. നല്ലല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്തിനാ പറയുന്നത്? വൈരാഗ്യം കൊണ്ടല്ല, അങ്ങ് കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം ഞങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങളെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കും. പാസ്റ്റർ പേര് ഷാജു എന്നല്ലേ? സൈമൺ, അങ്ങനെ ഞാൻ മുമ്പേ ഇത് കണ്ട സൈമൺ ഷാജു. പാസ്റ്റർ ഷാജു, ഞാൻ നിന്നെ ഏൽപ്പിച്ച വിശ്വാസികൾ എന്തെന്നേ അദ്ദേഹത്തോട് ചോദിക്കണം. നിങ്ങളോട് ചോദിക്കത്തില്ല. നിങ്ങളുടെ പാസ്റ്റർ എന്തെങ്കിലും ചോദിക്കത്തില്ല. ചോദിക്കുമോ? അല്ല, നിങ്ങളെന്നോട് പറയും അതിനെ പഠിച്ച അതിലോട്ട് ഒന്ന് പറ. ഞങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് കൊടുക്കേണ്ടവരാകയാൽ ചിലപ്പോ പ്രബോധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പ്രസംഗം പിടിച്ചെന്ന് വരത്തില്ല. കുഞ്ഞെ, കരുതിക്കൂട്ടിയല്ല, വെറുപ്പ് കൊണ്ടല്ല, വിരോധം കൊണ്ടല്ല. നമ്മൾ തമ്മിൽ രണ്ട് വിരോധമുണ്ടോ? സ്തോത്രം പറ. പിന്നെന്താണെന്നറിയാമോ? അങ്ങ് കൊണ്ടു ചെല്ലണം. എന്തിനാ? 100 ആടില്ലായിരുന്നു, ഒന്നല്ല പോയുള്ളൂ. 99 ഇനി ഉണ്ടല്ലോ, എന്നാ പിന്നെ പോകാം, നമുക്ക് 99നെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാന്നോ? അങ്ങനെയാണോ കർത്താവ് പറഞ്ഞേ? അല്ല, അവൻ 99നെയും സുരക്ഷിതമായി ഒരിടത്ത് കെട്ടിയിട്ട് കാണാതെ പോയി ഒന്നിനെ തേടിപ്പോയി. എന്തിനാണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം പറയട്ടെ. കാണാതെ പോയതിനെ തെരഞ്ഞെടുത്ത് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അപ്പൊ പൊക്കോട്ടെ, അനുസരണമില്ലാത്തതാ പോയതെന്ന് പറഞ്ഞല്ല. പിന്നെയോ ആ 99നെയും സുരക്ഷിതമായ ഒരിടത്ത് കെട്ടിയിട്ട് ആമേ കാണാതെ പോയ 100ാമത്തെ തേടിപ്പോയി കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് 99നോട് ചേർത്ത് അവര് ആനന്ദിച്ചെന്നാ ദൈവവചനം പറയുന്നത്. അനിയൻ വന്നപ്പോഴേ ചേട്ടൻ പറയാം, എന്റെ അച്ഛാ, ഇത്രയും നിർഗുണം പിടിച്ചോനെ, ഞാനങ്ങ് പറയാ, ഇവനെ വീട്ടിൽ കയറ്റാൻ വല്ലതും കൊള്ളാമോ? ഞാൻ ഇത്രയും കാലം നിന്റെ കൂടെ നിന്നിട്ട് ഒരാടിനെ എനിക്ക് മോനെ നീ കൊണ്ടുപോയി നിന്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ആമേ സന്തോഷിച്ചു പറഞ്ഞ ആടിനെ തന്നോ? എനിക്ക് എന്തേലും തന്നോ? ഞാൻ അങ്ങനെ സേവിച്ചോണ്ടിരിക്കല്ലയോ? അവൻ ഇതൊക്കെയല്ലയോ അപ്പനോട് ചോദിച്ചേ. അപ്പൻ പറഞ്ഞു, കുഞ്ഞെ, എനിക്കെന്നുള്ളതെല്ലാം നിനക്കുള്ളതാ. ഓ, സ്തോത്രം പറഞ്ഞേര്. നിങ്ങളൊന്ന് കൈ ഉയർത്തി പറഞ്ഞേ, സ്വർഗത്തിലെ അപ്പന് എന്തെല്ലാം സ്വർഗത്തിലുണ്ടോ അതെല്ലാം നമുക്കുള്ളതാ. സ്തോത്രം പറ. ഈ കോടാനുകോടി വിശുദ്ധന്മാരുണ്ടെങ്കിലോ സ്വർഗത്തിലെ അപ്പനുള്ളത് മുഴുവനും നമുക്കുള്ളതാണ്. ഓ, അതാ പറഞ്ഞേ, എനിക്ക് സ്വർഗത്തിലൊരു ഉത്തമ സമ്പത്തുണ്ട്. നല്ല സ്തോത്രം പറയണം. എനിക്കത് തോന്നുന്നു യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, പുഴുവും തുരുവും കെടുത്തിക്കളയാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ കൂട്ടുവിൻ. എല്ലാരും ഒന്ന് പറഞ്ഞു ഗ്ലോറി വിക്ടറി ഒക്കെ പറയണേ. ഞാൻ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു രസമായിട്ട് ഞാൻ രസിക്കാമെന്നല്ല വന്നത്. നമ്മ പറഞ്ഞു മനസ്സിലായോ? വല്ലവും നേടാനുണ്ടെങ്കിലേ സ്വർഗത്തിന് വേണ്ടി നേടിക്കോണം. കൂലിയും പ്രതിഫലവും ഒക്കെ അവന്റെ കയ്യിലുണ്ടെന്നേ. സമയമാകുമ്പോൾ കൂലിയും തരും, പ്രതിഫലം. ഞാൻ എപ്പോഴും പറയും, സ്തോത്രം. ഞാൻ 23 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററാ. എന്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല, എന്റെ വിവരക്കേട് കൊണ്ടായിരിക്കും അവരെന്നെ നിർത്തിയിരിക്കുക. സ്തോത്രം പറയട്ടെ. ഒഴിഞ്ഞു നോക്കിയിട്ട് നടക്കുന്നില്ല. എങ്ങനെയും അടുത്ത മെയിൽ ഒഴുകണം എന്ന് കണ്ട ഞാൻ പറയട്ടെ. എന്താ പറഞ്ഞറിയാം? എന്തോ പറയാൻ ഓക്കെ. ഞാൻ എപ്പോഴും സഭയെ പറയും, എന്റെ ദൈവമക്കളെ, സ്തോത്ര കാഴ്ച ഈ ആഴ്ച നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്നത് ഇട്ടില്ലേലും സാരമില്ല. എന്റെ പ്രസംഗം അത്രയാ. ചിലപ്പോ അവരിടാതെ പോണ്ടി വരും. സ്തോത്രം പറഞ്ഞേക്കണേ. ഇട്ടില്ലേലും സാരമില്ല. സ്തോത്രം പറയാതിരിക്കരുത്. സ്തോത്ര കാഴ്ച കുറച്ചാൽ സാരമില്ല. ദൈവം പോറ്റും, ദൈവം കരുതും. പക്ഷെ സ്തോത്രം കുറയരുത്. നീ സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം കുറയാനിടയാകൂ. ഗ്ലോറി, ഗ്ലോറി.
ആമേ സ്തോത്രത്തിൽ ജാഗരിക്കുന്ന ദൈവമൈതലേ, ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമൈതലേ, അന്യഭാഷയിൽ ബലപ്പെടുന്ന ദൈവമൈതലേ. ഓ, എന്തിനാ ഈ അന്യഭാഷയൊക്കെ നമ്മുടെ വായി തന്നെന്നറിയാമോ? നമ്മളെ ഓർക്കുന്ന എനിക്കറിയത്തില്ല, ഞാൻ പൊതുവെ പറയാം, പെന്തക്കോസ്തിന്റെ ഇടയിൽ ഏറിയ പങ്കാൾക്കാർക്കും ആരാധനയുടെ മേമ്പടിയാണ് ഈ അന്യഭാഷ എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണ്ട്, ഇപ്പോഴത്തെ അല്ല, പണ്ട് എന്റെ ചെറുപ്രായത്തിലൊക്കെ ക്രിസ്ത്യാനികളുടെ ഊണ് വിളമ്പുമ്പോൾ ഇല കൊണ്ടിടും. ഇല കൊണ്ടിട്ടേച്ച് അതിൽ ആദ്യം വെക്കുന്ന സാധനം ഉപ്പാണ്. ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിനകത്ത് ഇച്ചിരി ഉപ്പ് എടുത്തേച്ച് ഒരു അച്ചാൻ ആരേലും ആയിരിക്കും, അവൻ ഈ നെടുകെ ഒരു ഇച്ചിരി ഉപ്പേ കൈ കാണത്തുള്ളൂ, ഇങ്ങനെ മൊത്തം വിലയിലും വെക്കും. എന്തിനാണെന്നറിയാമോ? ഉപ്പ്. അന്നൊന്നും നമുക്ക് ഷുഗർ ഒന്നുമില്ല, അന്നത്തെ കാലത്ത് ഷുഗർ ഒന്നുമില്ല, ഉണ്ടേരും ആരും നോക്കാനില്ല, ഉണ്ടൊന്നും അറിയത്തില്ല. ഷുഗർ ഉണ്ടോ ഇല്ലയോ, അല്ലെ BP കൂട്ടാനോ കുറയ്ക്കാനൊന്നും അല്ല, അതിന്റെ ഒരു ട്രഡീഷനാ, ആ ഒരു രീതി, ഒരു തൃപ്തിയാ. ആ ഉപ്പ് വെച്ചില്ലെങ്കിൽ എന്തില്ല, ഒരു തൃപ്തി ഇല്ല. ഈ ഉപ്പ് വെച്ചില്ലെങ്കിൽ അഥവാ മറന്നുപോയാൽ അപ്പച്ചന്മാർ വിടത്തില്ല, വിളിച്ച് ഉപ്പ് 4 പറഞ്ഞിട്ട് ഉപ്പ് വെപ്പിച്ചാ പിന്നെ ബാക്കി തൊടത്തുള്ളൂ. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. പിന്നെ അന്ന് ഉപ്പ് മേമ്പടിക്കായിരുന്നു, തൃപ്തി വരാനായിരുന്നു. ഇന്ന് അന്യഭാഷ മേമ്പടിയല്ല ആരാധനയുടെ. ഒരു സ്തോത്രം പറഞ്ഞേര് പറയാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അന്യഭാഷയുടെ വില കണ്ടോ? ചുമ്മാ അത് വായി തന്നതല്ലിത് കേട്ടോ. ഇഷ്ടമുള്ള പാട്ടുപാടി സംവിധാനമെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു വൈബ്രേഷന് വേണ്ടി അല്ല അന്യഭാഷ തന്നേക്കുന്നത്. പ്രസ്താവിക്കുകയോ നിന്റെ ഭാരതി ദൈവത്തോട് പറയുകയോ, ഇരവി അറിയാതെ നിന്റെ വേദനകളും ഭാരങ്ങളും നീ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചുടകല ഘടക ജനകത്തൂര പൗടി അടവികതല ഘടക ജനകസി. ഇതിന്റെ വില മനസ്സിലാക്കണം. അഭിഷേകം പ്രാപിച്ച നിന്റെ മാന്യത നീ മനസ്സിലാക്കണം. ലോകം നിനക്ക് എനിക്ക് മാന്യത തരത്തില്ല. മറുഭാഷക്കാരനും അന്യഭാഷക്കാരനെന്നും കുടുംബത്തിന് നാണംകേട് വരുത്തിയവളെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കും. പക്ഷെ നിന്നെ അധിക്ഷേപിക്കാനല്ല ദൈവം തന്നിരിക്കുന്നത്, നിന്നെ മാനിക്കാനാ ദൈവം തന്നിരിക്കുന്നത്. വിഷയം വിട്ടു പോയതല്ല, ഞാൻ മടങ്ങി വരികയാ, സമയം തീർന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാണെന്ന് എനിക്കറിയാമോ? റോമാലേഖനത്തിലെ ആ വാക്യം, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. 8-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു വരട്ടെ, അതുകൂടെ വായിച്ചു പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ദൈവമക്കളെ. റോമാലേഖനം 8-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. അതെ, 8-ാം അധ്യായം പിന്നെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അടുത്ത ശ്രദ്ധിക്കണേ, അതാണ് ഞാൻ പറയാൻ വരുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങൾ അടിവരയിട്ട് വായിച്ചോണേ. റോമാലേഖനം 8-9, 10 വായിച്ചത് എന്തിനാ? ഇത് നന്നറിയാമോ? അന്യഭാഷ പറയാൻ മാത്രവുമല്ല, പിന്നെ യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്നു നിശ്ചയമായി നമ്മളിൽ വസിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു, ഞാൻ പോകുന്നത് നന്ന്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും. ഞാൻ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല, ഞാൻ പോയാലേ വരത്തുള്ളൂ. അങ്ങനെ പോയിട്ട് പിതാവിന്റെ അടുക്കന്ന് ചോദിച്ചു വാങ്ങിച്ചു തന്നതാ. എന്തിനെന്നറിയാമോ? പെന്തക്കോസ്തുകാർക്ക് തന്നതല്ല, വേറുപെട്ട ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർക്ക് തന്നതാ. ഒരു സ്തോത്രം പറ. കർത്താവിൽ വിശ്വസിക്കുന്നവന് ദൈവം തന്നതാ. ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനല്ല. നല്ല ഒന്നാന്തരം ആരാധന വെളിപ്പെടുന്ന ഈ വായടച്ച് വെള്ളം വായിലൊടിച്ച് വെള്ളം വായിക്കാത്ത ഒടിച്ചോണ്ട് തുപ്പാതെ നിൽക്കുന്ന പോലെ നീ കവളും വീർപ്പിച്ചോണ്ട് നിൽക്കാനല്ല, ആത്മാവിൽ ആരാധിക്കാനാ. എന്നോട് പണങ്ങല്ലേ, ഇങ്ങനെയൊക്കെ പറയാനാണോ പാസ്റ്ററെ ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് തോന്നരുത്. വെറുതെ തന്നതല്ല കേട്ടോ. വളരെ അസന്നിഗ്ധമായി പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിലോ രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നവർക്ക് മാത്രമേ
ആ എടുക്കപ്പടികളിൽ ആമേൻ നമുക്ക് സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആത്മാവും പ്രാണനും ദേഹവും പൂർണ്ണമായി ദൈവത്തിന്റെ വചനത്താലും പുത്രനാകുന്ന ക്രിസ്തുവിന്റെ രക്തത്താലും ശുദ്ധീകരിച്ച് മനസ്സാ വാച കർമ്മണ ചെയ്തു പോയ രഹസ്യവും പരസ്യമായ സകല തെറ്റുകുറ്റങ്ങൾ ഈ രാത്രിയിൽ ഏറ്റുപറഞ്ഞു, കർത്താവേ നിന്റെ വരവെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ജഡത്തിൽ ആത്മാവിൽ ഏതെങ്കിലും കന്മക്ഷങ്ങൾ അവശേഷിക്കണമെങ്കിൽ ആ പൊടിയും തുരുമ്പും കൂടെ നീ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് വെണ്മയോടെ എന്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ, ഒന്നുകൂടെ പറയുന്നു, എന്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ ആമേൻ കർത്താവേ കളങ്കം കൂടാതെ അശുദ്ധി കൂടാതെ വെണ്മയോടെ സൂക്ഷിക്കുക എനിക്ക് കൃപ നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് വെറുതെയല്ല, ഒരു കള്ളി മുൾച്ചെടിയെ പോലെ ദൈവം തമ്പുരാൻ ആമേൻ അടിത്തട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും കാണത്തില്ലെങ്കിലും അത് വളരാതിരിക്കത്തില്ല കേട്ടോ. താങ്കൾ വിത്ത് വിതച്ചോളാൻ ദൈവാത്മാ പറയുന്നു. ഉഷ്ണക്കാറ്റെ അടിക്കത്തുള്ളൂ കേട്ടോ, ശീതക്കാറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഉഷ്ണക്കാറ്റിന്റെ ഇടയിലും ഈ സഭ വളരും, ഈ സഭ വളരും, ഈ സഭ വളരും. ചില മിഷണറി ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ട ചില യൗവനക്കാരും യൗവനക്കാരത്തികളും ഒക്കെ അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ദൈവം എന്നോട് പറയുന്നു. ഉടമലഭ ശന്തരെ വൈഡമന ഘടകജ രക്ഷസിയ ലിയ പാട്ടുപാടി കീബോർഡ് വായിച്ച മോനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയുടെ സ്ഥാനത്തെത്തേണ്ടവനാ. ലിലി അവനെ പാടാനും കീബോർഡ് വായിക്കാനും ഒന്നും ദൈവം കണ്ടേക്കുന്നതല്ല. അതൊക്കെ അവന് കൊടുത്തൊരു ഗിഫ്റ്റ് എന്നേ ഉള്ളൂ. ദൈവസഭയ്ക്കും ദൈവമക്കൊക്കെ ഒരു സഹായമാന്നേ ഉള്ളൂ. കുഞ്ഞെ, നിന്നോടാ ദൈവാത്മാ പറയുന്നത്. നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ആ ശബ്ദം സമൂഹത്തോട് വിളിച്ചു പറയാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം നിന്നെ കണ്ടടാ. നിന്നെ അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുക. നീ അത് മനസ്സിലാക്കിക്കോണം. നീ ഏത് വഴി പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഈ വഴിയിലെത്തും എന്ന് ദൈവാത്മാവ് നിന്നോട് പറയാൻ പറയുന്നു. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കട്ടെ. അഭിഷിക്ത ദൈവവൃത്തിനും സഭയാം വിശ്വാസ മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുകളും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതും എന്നിലൂടെ ദൈവവചനം കേൾക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.